പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നിന്റെ കഴിവുകൾ നീ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എന്താണ് ചോദ്യം? നിന്റെ കഴിവുകൾ നീ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കർത്താവിനെ വിൽക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ കർത്താവിനെ വാങ്ങാൻ വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ യൂദാസിന്റെ വഞ്ചനയെക്കുറിച്ച് വായിക്കുകയാണ്. യൂദാസ് പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ബാർഗെയിൻ ചെയ്യുകയാണ്. ഈശോയെ ഒറ്റി തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? ബാർഗെയിനിങ് ആണ്. അതായത് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും 20 വെള്ളിക്കാശെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ റിയൽ എസ്റ്റേറ്റ് കച്ചവടം. 20 പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ യൂദാസ് 40 പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവസാനം 30 പിടിക്കാൻ. അപ്പൊ യൂദാസ് തന്റെ ബാർഗെയിനിങ് കപ്പാസിറ്റിയും ഇൻഫ്ലുവൻഷ്യൽ കപ്പാസിറ്റിയും ഒക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഈശോയെ വിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അച്ഛൻ ചോദിച്ചത്, നീ നിന്റെ കഴിവുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? യൂദാസിന് പ്രധാന പുരോഹിതന്മാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന അടുപ്പം, കോണ്ടാക്ട്സ്, ഇതെല്ലാം ഈശോയെ വിൽക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഇനി എന്താണ് ഇതിനുള്ള ഒരു ബദൽ സംവിധാനം? എന്താണ് ഇതിന്, എങ്ങനെയാണ് യൂദാസിന്റെ വഞ്ചനയ്ക്ക് പരിഹാരം ചെയ്യേണ്ടത്? നമ്മൾ നോമ്പെടുക്കുന്നതും തപസ്സാചരിക്കുന്നതും കുരിശിന്റെ വഴി നടത്തുന്നതും എല്ലാം ഒരു പരിഹാര പ്രവൃത്തിയാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ. എങ്ങനെയാണ് ഈശോയെ വിറ്റ് കളഞ്ഞതിൻ്റെ ആ പാപത്തിന്, യൂദാസിന്റെ പാപത്തിന് നമ്മൾ പരിഹാരം ചെയ്യുന്നത്? നമ്മുടെ എല്ലാ കഴിവുകളും ഈശോയെ നേടിയെടുക്കുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഈശോയെ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമ്മൾ യൂദാസിന്റെ വഞ്ചനയ്ക്കും പാപത്തിനും പരിഹാരം ചെയ്യുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈ വലിയ ആഴ്ചയിലെ ഈ ബുധനാഴ്ചയെ കുറിച്ച് പറയുന്നത് ബിട്രയൽ വെനസ്ഡേ എന്നാണ്. യൂദാസ് തൻ്റെ ആ ബിട്രയൽ പദ്ധതികളുമായി, ഈശോയെ ഒറ്റിക്കൊടുക്കാനുള്ള പദ്ധതികളൊക്കെ രൂപപ്പെടുത്തിയ ഒരു ദിവസം എന്ന അർത്ഥത്തിൽ ബിട്രയൽ വെനസ്ഡേ എന്ന് പറയാറുണ്ട്. അതിന് പരിഹാരമായി ഈശോയെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്, പാപം മൂലം നമ്മൾ ഈശോയെ വിറ്റുകളയുന്നത് പാപം മൂലമാണ്. അതിന് പകരമായി നമ്മളുടെ ത്യാഗം മൂലം ഈശോയെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കഴിവുകൾ തിന്മ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചു പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളും കാതിന്റെ കേൾവികളും നമ്മുടെ സംസാരശേഷിയും നമ്മുടെ മറ്റെല്ലാ കപ്പാസിറ്റിയും നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസും എല്ലാം നന്മ ചെയ്യുന്നതിനേക്കാൾ തിന്മ ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കാം. സർവ കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൽ വന്ന അപജയങ്ങളെ, പരാജയങ്ങളെ ഓർത്ത് അനുതപിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ വെറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.